നമ്മളുടെ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളുകളിൽ ഒന്നാണ് മൂന്ന് നോമ്പ്. മൂന്ന് നോമ്പ് ഏറ്റവും ഭംഗിയായിട്ട് ആചരിക്കുന്ന കേന്ദ്രങ്ങളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കുറവലങ്ങാട് മർത്തുമറിയം ആർക്കി എപ്പിസ്കോപ്പൽ ദേവാലയം തന്നെയാണ്. അതിപുരാതനമായ പൈതൃകം 1-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ നമ്മൾ ക്രൈസ്തവ പാരമ്പര്യത്തിൽ വളർത്തപ്പെട്ട ഒരു തറവാടാണ്. ഈ സഭയുടെ ചരിത്രം പഠിക്കുമ്പോൾ ആദ്യ നൂറ്റാണ്ട് മുതൽ ഈ സഭ എന്തായിരുന്നുവെന്നും എങ്ങനെ പ്രവർത്തിച്ചു എന്നും ഉള്ളതിൻ്റെ പഠനമാണ്. ഇന്ന് ഈ ദേവാലയം മേജർ ആർക്കി പദവിയിലാണ്. നമ്മളുടെ സഭ ആദ്യമായിട്ട് ഈ പദവി നൽകിയത് ഈ ദേവാലയത്തിനാണ്. ഇവിടുത്തെ വികാരിക്കാണ് ആർച്ച് പ്രീസ്റ്റ് എന്നുള്ള പദവിയും ആദ്യമായിട്ട് നൽകിയത്. യോന പ്രവാചകൻ്റെ മനസ്സാന്തരത്തിൻ്റെ ഓർമ്മ, അദ്ദേഹം വഴി വന്ന നിനിവേക്കാരുടെ മനസ്സാന്തരത്തിൻ്റെ ഓർമ്മ, ഒപ്പം പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ശുദ്ധീകരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എല്ലാം നമ്മൾ ഇന്ന് ഇവിടെ ഒരുമിച്ച് ഓർത്തെടുക്കുകയാണ്. കുറവലങ്ങാടും കടുത്തുരുത്തിയിലും പുളിങ്കുന്നിലുമെല്ലാം മൂന്ന് നോമ്പ് വളരെ പ്രത്യേകമായ രീതിയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. പുരാതന കാലത്ത് പള്ളിയിൽ നിശ്ചയിക്കപ്പെട്ട സമയത്ത് കുർബാനയുണ്ടാകും. പള്ളിക്ക് ചുറ്റും ആളുകൾ വന്ന് ചെറിയ ടെൻ്റ് ഉണ്ടാക്കി അവിടെ ഇരുന്ന് ഉപവസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്, സുവിശേഷം വായിക്കുകയാണ്, അപ്രേമിൻ്റെ കീർത്തനങ്ങൾ കേൾക്കുകയാണ്, സങ്കീർത്തനങ്ങൾ കേൾക്കുകയാണ്. വരും കാലങ്ങളിലൊക്കെ നമുക്ക് മൂന്ന് നോമ്പ് അതിൻ്റെ ശുദ്ധമായ അർത്ഥത്തിൽ 3 ദിവസവും സുറിയാനി പാട്ടുകളും മലയാള ഗീതങ്ങളും സമയോചിതമായ രീതിയിൽ പരിശുദ്ധ കുർബാനയും അർപ്പിച്ചുകൊണ്ട് നമ്മളത് പൂർണ്ണ അർത്ഥത്തിൽ എടുക്കുമ്പോഴാണ് ആ നോമ്പിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അർത്ഥവും നമുക്ക് പൂർണ്ണമായിട്ട് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. വളരെ വലിയ ഒരു ശ്ലൈഹിക സഭയാണ് നമ്മളുടേത്. ഒരു ശ്ലൈഹിക സഭയെ ഒരു നാടിൻ്റെ കോണിൽ ഒതുക്കി പമ്പായ്ക്കും ഭാരതപ്പുഴയ്ക്കുമിടയിൽ ചവിട്ടി ഒതുക്കപ്പെട്ട് കഴിഞ്ഞിരുന്ന സമൂഹമായിരുന്നു നമ്മൾ 1599 ശേഷം. പിന്നീട് വലിയ പരിശ്രമങ്ങൾ നമ്മൾ നടത്തി. ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ന് ചിക്കാഗോ മുതൽ സിഡ്നി വരെ നമുക്ക് നമ്മളുടെ സഭയുടെ ക്രമീകരണങ്ങളുണ്ട്, നമ്മുടെ ആളുകളുണ്ട്. അതിൻ്റെ എല്ലാം പിന്നിൽ ഈ സഭ കാത്തു സൂക്ഷിച്ച അടിസ്ഥാനപരമായ നോമ്പ്, പ്രാർത്ഥന, ഉപവാസം, ഈ പള്ളി നൽകിയ നേതൃത്വം എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു അപ്പസ്തോലിക സഭയാണ്, അത്യപൂർവമായ ചരിത്രമുള്ള സഭയാണ്. അത് ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വളരണം എന്ന് പ്ലാസിഡസിനെ പോലെയുള്ളവർ ശക്തമായിട്ട് പഠിപ്പിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് നമുക്ക് നമ്മുടെ ആരാധനക്രമങ്ങളും അതുപോലുള്ള കാര്യങ്ങളുമൊക്കെ കുറേയെങ്കിലും പുനരുദ്ധരിക്കാനും അത് നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാനുമൊക്കെ സാധിക്കുന്നത്. ഇത്തരം ആത്മീയ പൈതൃകങ്ങൾ നമ്മൾ സ്വന്തമാക്കുന്നത് വഞ്ചന കൊണ്ടോ ചൂഷണം കൊണ്ടോ ഒന്നുമല്ല. നമ്മൾ സഭയോട് ചേർന്ന് സഭയുടെ മനസ്സ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ചിലർക്കെല്ലാം പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഉണ്ടായേക്കാം. നമ്മൾ സാധാരണ ജീവിതത്തിൽ എന്തു പറയുന്നുവോ അതിനാണ് കൂടുതൽ കരുത്ത്. സഭ മനുഷ്യഭാവനയിൽ വിരിഞ്ഞ ഒരു സങ്കല്പമല്ല, അത്തരം ഒരു സ്ഥാപനവുമല്ല, മനുഷ്യബുദ്ധിയുടെ നിർമ്മിതിയുമല്ല. ദൈവപരിപാലനയ്ക്ക് വിധേയപ്പെട്ട് ദൈവത്തിൽ നിന്ന് വന്ന സത്യമാണ്. എന്നാൽ സഭ കേവലം മനുഷ്യനിർമ്മിതമാണെന്നും ഏതാനും ചിലരുടെ ഒത്തുചേരലാണ് അതെന്നുമൊക്കെയുള്ള അർത്ഥത്തിൽ പല നിലപാടുകളും ഈ നാളുകളിൽ നമ്മൾ കാണുന്നുണ്ട്. സഭയുടെ വിശ്വാസപ്രമാണവും പരിശുദ്ധ കുർബാനയും അതിനു ചുറ്റും ഒന്നിച്ചു ചേരുന്നവരാണ് സഭയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നതെല്ലാം തെറ്റാണ്, പാഷണ്ഡതകളാണ്. സഭ ഒരു കാലത്തും അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്.
സഭാ വിജ്ഞാനീയത്തെ നേരിട്ട് ആക്രമിക്കുന്ന ഉപരിപ്ലവമായ പല നിലപാടുകളും ഇന്ന് വിശ്വാസികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. നമുക്ക് നൽകിയിരിക്കുന്ന വലിയ അടയാളപ്പെടുത്തലുകൾ മാർപ്പാപ്പായും മേജർ ആർച്ച് ബിഷപ്പും സിനഡും ആ അടയാളങ്ങളെ നമ്മൾ അംഗീകരിക്കാതെ തള്ളിക്കളയുമ്പോൾ സഭാവിജ്ഞാനീയത്തിൻ്റെ കേവലം ബാഹ്യമായ ഒരു കൂടിവരവിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. സഭയുടെ ഘടനയും അതിൻ്റെ ഭരണക്രമവും വിശുദ്ധ ഗ്രന്ഥത്തിലും വിശുദ്ധ പാരമ്പര്യത്തിലും അധിഷ്ഠിതമാണ്. അതിനെ നമ്മൾ വെല്ലുവിളിക്കുമ്പോൾ നമ്മൾ വിഭജിക്കപ്പെട്ടവരായിട്ട് നിന്നുകൊണ്ടാണ് അതിനെ വെല്ലുവിളിക്കുന്നത്. അത് അരാജകത്വമാണ്, സമാധാനം നഷ്ടപ്പെടുത്തലാണ്, അച്ചടക്കം എടുത്തുകളയലാണ്. അച്ചിൽ ഒതുങ്ങുന്നതാണ് അച്ചടക്കം. അച്ച് പരിശുദ്ധ കുർബാനയും പാരമ്പര്യവും നമ്മളുടെ മേലധികാരികളും ഒക്കെയാണ്. അത് നഷ്ടപ്പെടുത്തിയിട്ട് അച്ചടക്കം എന്ന വാക്ക് പറയാൻ പോലും നമുക്ക് അവകാശമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അടിസ്ഥാനപരമായ വേദപാഠമാണതൊക്കെ. ഫണ്ടമെൻ്റൽസ് നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിപ്പോകുന്നുണ്ട്. ബലിപീഠം പ്രതിഷേധ വേദിയാക്കുമ്പോഴും ഏറ്റവും സംപൂജ്യമായ പരിശുദ്ധ കുർബാന പ്രതിഷേധ പ്രകടനത്തിൻ്റെ ഭാഗമാക്കുമ്പോഴുമെല്ലാം നമ്മൾ എന്താണ് ചെയ്യുന്നത്? കുർബാനയുടെ കാർമ്മികരെ ദേഹോദ്രവം ഏൽപ്പിക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? അവിവേകം ദീർഘനാൾ തുടരുന്നത് അത്ര നല്ലതല്ല. സഭ അവഹേളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പരിശുദ്ധ കുർബാനയാണ് സഭയെ നിർമ്മിക്കുന്നത്. തെരുവീതിയിൽ നിന്ന് വെല്ലുവിളിച്ച് നമുക്ക് സഭയെ നവീകരിക്കാനാവില്ല. നമുക്ക് സഭയെ നവീകരിക്കേണ്ടത് പരിത്യാഗവും എളിമയും വിനയവും നിസ്വാർത്ഥമായ സേവനങ്ങളും വഴിയാണ്. തെറ്റ് ചെയ്യുന്നവരെ അത് ചൂണ്ടിക്കാണിക്കുവാൻ സഭാധികാരികൾക്ക് കടമയുണ്ട്, വിശ്വാസികൾക്ക് കടമയുണ്ട്. സഭ അമ്മയാണ്, മാതാവാണ്, നമ്മൾ മക്കളാണ്. തെറ്റുതിരുത്താൻ അമ്മ നമ്മൾക്ക് സമയം തരും. അത് അമ്മയുടെ ബലഹീനതയായിട്ട് നമ്മൾ കാണരുത്. നമ്മൾ വ്യാജ പ്രബോധകരാകരുത്. കർത്താവിൻ്റെ സഭയെ സംരക്ഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒട്ടനവധി പ്രയാസങ്ങളുണ്ട്. വ്യാജ പ്രബോധകന്മാരുണ്ട്. കാര്യങ്ങൾ പറയാൻ ധൈര്യമില്ലാതെ ഒളിച്ചോടുന്നവരുണ്ട്. രഹസ്യത്തിൽ കുറ്റം പറയുന്നവരുണ്ട്. കേരള സംസ്ഥാനത്ത് വന്നുകൂടിക്കൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളും നമ്മളുടെ സമൂഹത്തെ തളർത്തുന്നുണ്ട്. മദ്യഷാപ്പുകളുടെ എണ്ണം കൂടുന്നു, നിയമങ്ങൾ ലഘൂകരിക്കപ്പെടുന്നു, പണസമ്പാദന മാർഗമായിട്ട് അതിനെ സർക്കാർ കണക്കാക്കുന്നു. സർക്കാർ ജനങ്ങളെ ബലഹീനമാക്കുകയാണ്, അവരുടെ ശക്തി നശിപ്പിച്ചു കളയുകയാണ്. കുറ്റവാളികളെ വളർത്തുന്ന നിയമങ്ങളാണ് പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത്. കുട്ടികൾ ക്രിമിനൽ കേസുകളിൽപ്പെട്ടു പോവുകയാണ്, സ്കൂളുകളിലും കോളേജുകളിലുമെല്ലാം. ആധുനിക കാലത്തെ ട്രെൻഡുകൾ അനുകരിക്കുന്നതിനിടയിൽ നമ്മിൽ നിന്ന് നഷ്ടമാകുന്നത് സ്വത്വബോധമാണ്. നമ്മൾ ഉദാശകളെക്കുറിച്ചും മേലധികാരികളെക്കുറിച്ചും മനസ്സിൽ തോന്നുന്നതെല്ലാം പറയുമ്പോൾ നമ്മളുടെ സ്വത്വം നഷ്ടപ്പെടുകയാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പിതാവ് പറഞ്ഞല്ലോ, മദ്യം വഴി ലോകത്ത് പിറക്കുന്നത് ക്രിമിനൽസാണ്, കുറ്റവാളികളാണ്, കൊലയാളികളാണ്, മാനസിക രോഗികളാണ്. ക്രിമിനൽസിനെ വളർത്തുന്ന സാമ്പ്രദായിക രീതികൾ നമ്മൾ തൂത്തുമാറ്റേണ്ടതായിട്ടുണ്ട്. കാർഷിക മേഖല തളർന്ന് വളരെ ബലഹീനമായി. വന്യമൃഗങ്ങളെ പേടിച്ച് നമ്മുടെ ആളുകളൊക്കെ കിഴക്കൻ മലകളിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ്. ദളിത് സഹോദരങ്ങളെ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെടുത്താൻ എത്രയോ തവണ നമ്മൾ മുഖ്യമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും സമീപിച്ചു. ഒന്നും സംഭവിക്കുന്നില്ല. EWS വന്നപ്പോൾ ഇക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഏറ്റവും ശാസ്ത്രീയമായിട്ട് പഠിച്ചതും റിപ്പോർട്ട് കൊടുത്തതും നമ്മുടെ രൂപതയാണ്. DCMSൻ്റെ കാര്യം വന്നപ്പോഴും അതുപോലെ തന്നെയാണ് ചെയ്തത്. ഇതുവരെയും നമുക്ക്
JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്നും അതിൻ്റെ പരിണിതഫലം എന്താണെന്നും മനസ്സിലാക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അതെല്ലാം തീവ്രമായ വേദനകൾ അതിനുവേണ്ടി അധ്വാനിച്ചവരുടെ മനസ്സിലുണ്ട്. അതിൻ്റെ പ്രയോജനം നോക്കിയിരിക്കുന്നവരുടെ ഹൃദയത്തിലുണ്ട്. തിന്മകളെ പ്രതിരോധിക്കുവാനുള്ള ശക്തി ആത്മീയമാണ്, പ്രാർത്ഥനയാണ്, ഉപവാസമാണ്. അവിടെയാണ് ഈ 3 നോമ്പ് ഇന്നും നമുക്ക് വലിയൊരു ആധ്യാത്മിക ശക്തിയായിട്ടും നമ്മുടെ ജീവിതത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പോലെ നിൽക്കുന്ന ഘടകമായിട്ടും ഒക്കെ നമ്മൾക്ക് കാണേണ്ടത്. നമ്മൾ വിവേകമുള്ളവരായിരിക്കണം, സഭയോട് ചേർന്ന് നിൽക്കണം, പരിശുദ്ധ കുർബാനയെ അവഹേളിക്കരുത്. ലോകചരിത്രത്തിൽ ഇതുവരെയും പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം അവഹേളിക്കുകയും ലാഘവബുദ്ധിയോടെ കാണുകയും ചെയ്ത ഒരു കാലഘട്ടവും കാണുകയില്ല. നീറോ ചക്രവർത്തിയുടെ പീഡനകാലത്ത് പോലും കുർബാനയുടെ നേർക്കുള്ള അവഹേളനം ഇത്രയും ഉണ്ടായിരുന്നെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പിള്ള കളിക്കരുത്. നമ്മൾ ദൈവത്തെയാണ് അവഹേളിക്കുന്നത്. പരിശുദ്ധ കുർബാന ഈശോയുടെ പൂർണ്ണമായ സാന്നിധ്യമാണ്. അത് ഏറ്റവും പരിശുദ്ധമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്വമാണ് സഭയ്ക്കുള്ളത്, നമുക്കുള്ളത്, ഓരോ വിശ്വാസിക്കുമുള്ളത്.